ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് നല്ല ഒരു സ്പോഞ്ച് പോലെയും ക്രിസ്പി പോലെയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ചാണ്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് സ്മൂത്തായിട്ട് അടിക്കുന്ന ചെറിയ ചെറിയ തരികളോടുകൂടി തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് തന്നെ പ്രത്യേകിച്ച് അളവുകളൊന്നും പറയുന്നില്ല. ഉള്ളി, അതുപോലെ മല്ലിയില, പച്ചമുളക്, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനേക്കുള്ള ഉപ്പ്. നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്ത് തന്നെ പിന്നെ എരിവുണ്ടാവുമെന്നൊന്നും നിனைക്കണ്ട കേട്ടോ. എരിവൊന്നും ഉണ്ടാവില്ല. കഴിക്കുന്ന സമയത്ത് പച്ചമുളക് ഇട്ട പോലും അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമ്മളൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് പോലെ നമുക്കത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മുകളിലായിട്ട് തേച്ച് കൊടുക്കാനായിട്ടുണ്ട് നമ്മുടെ ബ്രെഡിൽ. അങ്ങനെ നമ്മളിത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ബ്രെഡിൻ്റെ അരികൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 1/2 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം പോലെ തന്നെ ഉണ്ടാവണം കേട്ടോ. തിക്നെസ് ആവാൻ പാടില്ല. അപ്പോൾ നല്ല വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിരിക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ മസാല ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ. നമുക്ക് ഒരുവിധം, അതായത് നമ്മുടെ ബ്രെഡിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, ആ ഒരു അളവിലേക്ക് തന്നെ നിങ്ങൾക്ക് മസാല തേച്ച് കൊടുക്കട്ടെ. അപ്പോഴേ നന്നായിട്ട് ഉണ്ടാവുന്ന കഴിക്കുന്ന സമയത്ത്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ തേച്ച് കൊടുത്ത മസാലകളൊന്നും എന്താ പറയുക, കാണാത്ത പോലെ തന്നെ തോന്നും കേട്ടോ. നമ്മളതേനും കുറച്ച് ഒരു വിധം തിക്നെസ്സോടുകൂടെ തന്നെ നമ്മൾ മസാല തേച്ച് കൊടുക്കാം. അത് മാറി താഴെ പൊട്ടി വരിക അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതുപോലെ മസാലകളൊക്കെ തേച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടോ, അത് നമുക്ക് ഷേപ്പുകളൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം പോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ വീണ്ടും ബ്രെഡ് എടുക്കുക, മസാലകൾ തേച്ച് കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മളെല്ലാം റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഇത് കണ്ടല്ലോ, അതിന് ബാക്കി ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ചെയ്ത് കാണിച്ചാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൈദ മാവിലേക്ക് നമ്മളത് മുക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മുക്കിയാൽ മതി കേട്ടോ. ഒരുപാട് മുക്കുന്ന സമയത്ത് ബ്രെഡ് ഒരുപാട് സോഫ്റ്റ് ആവും, പിന്നെ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസ് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. കണ്ടില്ലേ? അങ്ങനെ എല്ലാം നമ്മളൊന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കൂടെ എണ്ണയും ചൂടായിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടാക്കി കേട്ടോ. പിന്നെ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഹൈയിൽ തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് കൂടുതലായിട്ട് എണ്ണ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു കളറും കൂടി ഒന്ന് ചേഞ്ച് ആവട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. കണ്ടല്ലോ, ഇപ്പോൾ നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു അളവിലേക്ക് നമ്മൾ കളറാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡിയാണ്. കണ്ടില്ല? അപ്പോൾ അടിപൊളിയായിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അതെനിക്ക് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ലെന്ന് പറയാം കേട്ടോ. അത്രയും ടേസ്റ്റുള്ള കൊണ്ടാണ് കേട്ടോ ഞാനിതങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറഞ്ഞത്. എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഈ ഒരു സ്നാക്സാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇഫ്താറിന് ഇനി ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. ഇഫ്താറിനെന്നല്ല, എപ്പോൾ തോന്നിയാലും നമുക്ക് ഇതുപോലെ എളുപ്പത്തിലൊരു സ്നാക്സ് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.